നമസ്കാരം. രാജ്യത്തെ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ പാസ്പോർട്ടിനും തൽക്കാൽ സേവനങ്ങൾക്കും നിരക്ക് വർധന ബാധകമാകും. പ്രായപൂർത്തിയായവർക്കുള്ള അപേക്ഷാ ഫീസിൽ 1000 രൂപയുടെ വർധനവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നു എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനായി പാസ്പോർട്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി. 18 വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ളവർക്കും 15 മുതൽ 18 പ്രായമുള്ളവർക്കും പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ട ഫീസ് 2500 രൂപയാണ്. 36 പേജുള്ള ബുക്കിനാണ് ഇത്. നേരത്തെ 36 പേജുള്ള ബുക്ക് പാസ്പോർട്ടിന് 1500 രൂപയായിരുന്നു ഫീസ്. 60 പേജുള്ള ബുക്കിന് 2000 രൂപയായിരുന്നു നൽകേണ്ടിരുന്നത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് 1000 രൂപയായിരുന്നു ഫീസ്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അപേക്ഷ നൽകുമ്പോൾ 10% ഇളവ് ലഭിക്കുമായിരുന്നു. പുതിയ ഉത്തരവ് അനുസരിച്ച് പാസ്പോർട്ടിനുള്ള തൽക്കാല അപേക്ഷകൾക്കുള്ള ഫീസ് 5000 രൂപയായി ഉയർത്തി. നേരത്തെ 3500 രൂപയായിരുന്നു. 60 പേജുള്ള പാസ്പോർട്ടിന് സാധാരണ അപേക്ഷകൾക്ക് 3500 രൂപയും തൽക്കാൽ അപേക്ഷ നൽകുമ്പോൾ 6000 രൂപയുമാണ് ഇനി നൽകേണ്ടത്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടാവുകയോ ചെയ്താൽ പുതിയ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉയർന്ന ഫീസ് നൽകേണ്ടി വരും. 36 പേജുള്ള പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 5000 രൂപയാകും ഫീസ്. തൽക്കാൽ വഴി അപേക്ഷ നൽകുമ്പോൾ ഫീസ് 7500 രൂപയാകും. 60 പേജുള്ള പാസ്പോർട്ടിനാണ് രണ്ടാം തവണ അപേക്ഷ നൽകുന്നത് എങ്കിൽ 6000 രൂപയാകും ഫീസ്. തൽക്കാലിന് 8500 രൂപ ഫീസ് നൽകേണ്ടി വരും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനോ പഴയതിന് പകരം പുതിയതിനോ അപേക്ഷിക്കുമ്പോൾ 1750 രൂപയാണ് ഫീസ്. തൽക്കാൽ അപേക്ഷയാണ് എങ്കിൽ 4250 രൂപയാകും. ഇനി പാസ്പോർട്ട് കേടുവരിക, നഷ്ടപ്പെടുക എന്നീ കാരണത്താൽ പുതിയ പാസ്പോർട്ട് എടുക്കുന്നവർക്ക് 36 പേജിന് 4250 രൂപയും തൽക്കാലിന് 6750 രൂപയുമാവും ഫീസ് ഈടാക്കുക. വിദേശത്തേക്ക് ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഈ സേവന നിരക്ക് വർധനവ് നേരിട്ട് ബാധിക്കും. 1980-ലെ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങളിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ വർധനവ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് പുതുക്കിയ നിരക്കുകൾ 2026 ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് 36 പേജുള്ള പാസ്പോർട്ട്. കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കായി നൽകുന്നതാണ് 60 പേജുള്ള വലിയ പാസ്പോർട്ടുകൾ. അടിയന്തരമായി പാസ്പോർട്ട് ആവശ്യമുള്ളവർക്കാണ് തൽക്കാൽ അപേക്ഷ നൽകുക. കഴിഞ്ഞ ദിവസം പാസ്പോർട്ടുകളുടെ പദവിയെ സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയം വ്യക്തത വരുത്തിയിരുന്നു. പാസ്പോർട്ടുകളെ പ്രധാനമായും ഒരു അന്താരാഷ്ട്ര യാത്രാരേഖയായി പൗരന്മാരുടെ വിദേശ ഐഡന്റിറ്റിയുമായി മാത്രമേ കാണേണ്ടതുള്ളൂ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്.